കണ്ണൂർ 5 വരെ വരികയാണെങ്കിലുള്ള കാര്യം നോക്കാം. ഇപ്പോൾ നമുക്ക് പയ്യന്നൂർ ഒരിക്കലും LDF നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. കല്യാശ്ശേരി ഓഫ് കോഴ്സ് LDF ആണ്. തളിപ്പറമ്പ് LDF വരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവർ തന്നെ പ്രവചിച്ചിട്ടുള്ളത്. ഇരിക്കൂർ UDF. അപ്പോൾ ഇരിക്കൂർ 1 രണ്ടാമത്തേത് പേരാവൂരുമാണ്. അതുപോലെ പേരാവൂര്, കണ്ണൂര്, അഴീക്കോട്, അത് തന്നെ 4ആയി. കൂത്തുപറമ്പായിരിക്കും 5ാമത്തേത്. ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ, അഴീക്കോട്, കൂത്തുപറമ്പ്. മറ്റൊന്നും വരാൻ സാധ്യയില്ല. കാരണം തലശ്ശേരി ആയാലും ധർമ്മടമായാലും പിന്നെ മട്ടന്നൂരായാലും വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ കൂത്തുപറമ്പ്, അഴീക്കോട്, ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ UDF വിജയിക്കാൻ പോവാണെന്നാണ് സൂചനയാണ്. അവർക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് 3ലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഇരിക്കൂറും പേരാവൂരും കണ്ണൂരുമായി മാറും. അത് 3ലേക്ക് അഴീക്കോടും കണ്ണൂരിനാണോ അഴീക്കോടാണ് സാധ്യത കൂടുതൽ ജിമ്മി? കണ്ണൂരാണോ അഴീക്കോടാണോ UDF സാധ്യത കൂടുതൽ? അഴീക്കോടാണ്, കണ്ണൂരല്ല. കണ്ണൂർ കുറെ കൂടി ടൈറ്റ് ആണ് മനസ്സിലായി. അവിടെ നേരിയ വിജയ സാധ്യത മാത്രമാണ്. അഴീക്കോട്, കൂത്തുപറമ്പ്, കാസർഗോഡ് മുസ്ലിം ലീഗ് വൻ ഞെട്ടിക്കാൻ പോവാണ്. അഴീക്കോട് അറിയാലോ, അഴീക്കോട് പിടിച്ച മണ്ഡലവുമാണ്. അഴീക്കോട് 2016 പക്ഷെ പോയി സുമേഷ് കൊണ്ടുപോയ മണ്ഡലമാണ്. അത് മാത്രമല്ല, അവിടെ സുമേഷ് നല്ല ജനകീയനായ നല്ല MLA ആയിരുന്നു. അതെ, അതിൽ നിന്ന് മറിച്ചിട്ട് ജനകീയനായ MLA മറിച്ചിടുക എന്ന് വെച്ചാൽ അതിനകത്ത് വലിയ സംഗതി ഉണ്ടെന്നല്ലേ അർത്ഥം. അതിൻ്റെ വെച്ചാൽ കരീം ചേലേരി അവിടെ അദ്ദേഹം UDF സ്ഥാനാർത്ഥി, പിന്നെ പൊതുവിൽ നല്ല സ്വീകാര്യതയുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ സുമേഷിന്റെ എനിക്ക് തോന്നുന്നു സുമേഷ് 2 തവണയായി 2 അല്ലേ? 2021 എന്തായാലും അതിൽ അഴീക്കോട് എന്തായാലും അട്ടിമറിക്ക് സാധ്യത ഉള്ള ഒരു മണ്ഡലമാണ്. 2002 അട്ടിമറി നടന്ന ഒരു സ്ഥലമാണ്. വേണമെങ്കിൽ നടക്കാവുന്ന അല്ല, അതാണ് സാധ്യത. കണ്ണൂരേക്കാൾ കൂടുതൽ UDF കൂത്തുപറമ്പ്, കണ്ണൂർ മണ്ഡലങ്ങളെക്കാൾ സാധ്യത കൂടുതൽ അഴീക്കോടാണ്. അഴീക്കോടാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട അപ്പോൾ കാസർഗോഡും കണ്ണൂരും കഴിയുന്നു. കാസർഗോഡും കണ്ണൂരും UDF ശക്തമായ മേൽക്കൈ നേടുകയാണ്. കഴിഞ്ഞ കണ്ണൂർ മേൽക്കൈ അല്ല, UDF പഴയതിനെ അപേക്ഷിച്ച് വളരെ ശക്തമായ തിരിച്ചറിവ് നടത്തുന്നു. കാസർഗോഡ് ഭൂരിപക്ഷം കിട്ടുന്നു. കണ്ണൂരിൽ മോശമല്ലാത്ത സീറ്റുകൾ പിടിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. കാണുന്നെങ്കിൽ LDF സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലാകെ തന്നെ അവർക്ക് ലീഡ് കിട്ടാൻ സാധ്യതയുള്ള ജില്ലകളിലൊന്നാണ് കണ്ണൂര്. അതുപോലെ തന്നെ കൂടി വന്നാൽ അവർക്ക് അനുകൂലമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി വന്നാൽ കൊല്ലമാണ്, പിന്നൊന്ന് തൃശ്ശൂരാണ്, തിരുവനന്തപുരം. ഇത്രയാണ് ഈ 4 ജില്ലകളിലാണ് അവർക്ക് കൂടുതൽ കിട്ടാൻ. അതിൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. വെച്ചാൽ നമ്മളിപ്പോൾ 2-7, 2-9 വരെ പോകാവുന്ന, ഇവർ 3 പറയുന്നുണ്ട്, പക്ഷെ എന്നാൽ 2-9 വരെ പോയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ലാത്തൊരു സ്ഥലമാണ്.